ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 5ാമത്തെ പാഠം നമ്മളൊന്ന്. അതിൽ വരുന്ന ഒരു പാഠഭാഗമാണ് പൂമ്പാറ്റുമ്മ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കാം പൂമ്പാറ്റുമ്മ. ഒരു 3 വയസ്സുകാരി എന്താണ് നമ്മോട് പറയുന്നത്? പൂമ്പാറ്റുമ്മ വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. പൂമ്പാറ്റുമ്മ. ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്നു നടക്കുകയായിരുന്നു. അവൻ അങ്ങനെ പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. ആരും കൂട്ടില്ലാതായപ്പോ അവന് ബോറടിച്ചു. പാവം. എന്നിട്ട് ഊഞ്ഞാലിന്മേന്നിറങ്ങി മുറ്റത്താകെ പറന്നു നടന്നു. മഴ നനഞ്ഞ് പൂവുകളൊക്കെയും ഉറങ്ങായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് കുറെ വിഷമായി. എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ചു നടന്നു. അപ്പോഴേ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റക്കുട്ടന് സന്തോഷായി. അവൻ പറന്ന് വന്ന് സുട്ടുവിന്റെ നെറ്റിയിട്ട് ഒരു ഉമ്മ തന്നു. എന്നിട്ട് അമ്മയുടെ കവളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞനൊരുമ്മ കൊടുത്തു. സുട്ടു, ഒരു പൂമ്പാറ്റുമ്മ. ഇതാരാ എഴുതിയത്? മെയ് സിത്താര സുട്ടു പറഞ്ഞ കഥകളിൽ നിന്ന് എടുത്തതാണ്. കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? വർത്തമാനം പറയുന്ന അതേ രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത് അല്ലേ? ഒരു പൂമ്പാറ്റ വരുന്നതും പൂമ്പാറ്റയുടെ വിഷമവും, അത് കഴിഞ്ഞപ്പോൾ സുട്ടു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പൂമ്പാറ്റയ്ക്കുണ്ടായ സന്തോഷവും സുട്ടുവിന് കൊടുത്ത ഉമ്മയുമൊക്കെയാണ് കഥയിൽ പറയുന്നത്. അത് വർത്തമാനം പറയുന്ന അതേ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. 1ാമത്തെ ചോദ്യം, വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്നും കണ്ടെത്താനാകും? എന്തെല്ലാം വാക്കുകൾ കണ്ടെത്താം? ഒരു ദിവസം നടക്കുമായിരുന്നു, കൂട്ടില്ലാതായപ്പോ ബോറടിച്ചു, എന്നിട്ട് ഊഞ്ഞാലുമേന്നിറങ്ങി, മുറ്റത്താകെ പൂവുകളൊക്കെ ഉറങ്ങുമായിരുന്നു, ആരെയും കിട്ടിയില്ല, കുറെ വിഷമായി, എന്നിട്ടേ പിന്നെ അപ്പോഴേ മുറ്റത്തേക്ക് സന്തോഷായി, നെറ്റിത്ത്. ഇങ്ങനെ കുറെ വാക്കുകൾ നമുക്ക് കണ്ടെത്താനാകും. അടുത്ത ചോദ്യം, പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം? പൂമ്പാറ്റയുടെ കൂടെ കളിക്കാൻ ആരുമില്ലാത്തതിനാലാണ് പൂമ്പാറ്റയ്ക്ക് സങ്കടമായത്. ആണല്ലേ? പൂമ്പാറ്റ വന്നപ്പോൾ മഴ നനഞ്ഞ് പൂവെല്ലാം ഉറങ്ങുമായിരുന്നു. അപ്പൊ പൂമ്പാറ്റയ്ക്ക് സങ്കടം വന്നു. അടുത്ത ചോദ്യം, പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത്? എപ്പോഴാണ് സന്തോഷിച്ചത്? കഥയിലെ കുട്ടി മുറ്റത്തേക്ക് ഓടിച്ചെന്നപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായത്. അല്ലെങ്കിൽ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായത് എന്ന് എഴുതാം. അടുത്ത ചോദ്യം, ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്? എന്തൊക്കെ നിങ്ങൾ കണ്ടെത്തി? ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി പൂക്കളും മഴയും പൂമ്പാറ്റയും ഒക്കെ വരാമെന്നാണ് കണ്ടെത്തിയത് എന്ന് എഴുതാം. അടുത്ത ചോദ്യം, സിത്താരയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ? നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ. അപ്പോൾ സിത്താര എന്നാണ് പൂമ്പാറ്റയെ കുറിച്ചാണ് എഴുതിയത് അല്ലേ? അതുപോലെ നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം എഴുതുക. കിളിക്കൂടിനെ കുറിച്ച് എഴുതാം. രാവിലെ ഞാൻ വീട്ടുമുറ്റത്ത് അനുജത്തിയോടൊപ്പം കഥകളൊക്കെ പറഞ്ഞ് കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മുറ്റത്തെ മാവിന്റെ മരച്ചില്ലയിൽ ഒരു ചെറിയ കിളി വന്നിരിക്കുന്നത് കണ്ടു. കിളി വായിൽ ചെറിയ ചില്ലകളും പുല്ലും കൊണ്ടുവന്നു. അത് കൂടുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ സന്തോഷത്തിലായി. ഞാൻ ശാന്തമായി കിളിയെ നോക്കി നിന്നു. കിളി പണിയെടുക്കുന്നത് കാണാൻ വളരെ ഇഷ്ടമായി. കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ അടുത്തേക്ക് പോയി കിളിക്കൂട് കാണാൻ ശ്രമിച്ചു. ഞാൻ അടുത്തെത്തിയതും കിളി പേടിച്ച് പറന്നുപോയി. കിളി പറന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് അല്പം ദുഃഖമായി. ഞാൻ കുറച്ചു നേരം കാത്തിരുന്നു. പക്ഷേ കിളി തിരിച്ചു വന്നില്ല. പിന്നെ ആ കിളിയെ ഞാൻ കാണാതായി. ഇനി കിളിയെ പേടിപ്പിക്കാതെ ദൂരത്തുനിന്ന് മാത്രം കാണണം എന്ന് ഞാൻ തീരുമാനിച്ചു. കിളിയും അതിന്റെ കൂടും എനിക്ക് വളരെ ഇഷ്ടമായി. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം എഴുതാവുന്നതാണ്. അപ്പോൾ ഈ പാഠത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 6ാമത്തെ പാഠമായ മാനത്തോളവുമായി കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.